എന്നു പിതാവു ചോദിച്ചതു കേട്ടവൻ അന്നേരമാശു മുതിർന്നു ചൊല്ലിയിടിനാൻ. എന്തു ചൊല്ലുന്നതു മുന്നേതിലേറ്റം എന്നന്തർഗതിക്കു വിശേഷമില്ലേതുമേ. നിത്യം ശ്രവണാദി സൽകീർത്തനങ്ങളാൽ ഭക്തിനാരായണൻ തങ്കലെത്തിയിടുകിൽ മർത്യജന്മാർദ്ധം ലഭിച്ചിത് എന്ന് ആത്മജനത്യാദരേണ ചൊല്ലുന്നതു കേട്ടവൻ ക്രുദ്ധിച്ചവനെ പിടിച്ചു തള്ളിക്കളഞ്ഞു. എത്രയും ഉഷ്ണിച്ചു ശുക്രാത്മജരയും ഭർസിച്ചു. നേത്രാഗ്നി പൊട്ടിച്ചിതറുമാറുഗ്രവേഗേന ചൊല്ലിയിടിനാനിങ്ങനെ. ധികൃതിയുള്ള കുസൃതികൾ നിങ്ങളെന്നുൾക്കാമ്പിലാകന്ത നിശ്ചയിച്ചേനകം. മൽപ്രതിയോഗി പാലാഴിയിൽ പൂക്കൊളിച്ച് എപ്പോഴും അങ്ങുറങ്ങിക്കിടക്കുന്നവൻ ശക്തനെന്നുള്ള സാരം പഠിപ്പിച്ചത് എൻ പുത്രനെ കശ്മല വിപ്രരേ നന്ദിതം. കള്ളക്കുരങ്ങന്മാർ മുന്നിൽ നില്ലായിക എന്ന് ഉള്ളം നടുന്നേ പറഞ്ഞതു കേട്ടവർ തുള്ളും നിലകളോടുള്ളം വിറച്ചു വീർത്തുള്ളുള്ള ഭാവം കലർന്നു ചൊല്ലിയിടിനാർ. നാഥാ നമസ്തേ നമസ്തേ ജഗത് സകലാധാര ദൈവമേ വീരമൗലേ ജയ. പാരിൽ അഗതികളാമടിയങ്ങളോട് ആരൂഢരോഷമുണ്ടാകരുതിങ്ങനെ. സാക്ഷാൽ പരമാർത്ഥമങ്ങറിഞ്ഞില്ല അതു കേൾക്കാം. തവാത്മജനിച്ചെന്നതൊന്നുമേ ഞങ്ങൾ പഠിപ്പിച്ചതല്ല അച്ഛനാണ് കേൾ. അങ്ങതുറക്കിലും കൂടവേ നിർണയം. നന്ദനാമിവനോടി പ്രബന്ധങ്ങൾ ഇന്നൊരന്യൻ പഠിപ്പിച്ചതുമല്ലല്ലോ. തന്നെ വാസനയാ സ്വാഭാവികമാം ദുർനയം എന്നറിഞ്ഞ് അതറിഞ്ഞരുളേണമേ. ഞങ്ങളാകുന്നതെല്ലാ പ്രകാരത്തിലും ഇങ്ങവനെ പ്രതിശിക്ഷിച്ചതന്നുഹം വ്യംഗ്യമാമിപ്പൊരുളങ്ങവൻ എപ്പോഴുതെങ്ങും വെളിച്ചത്തിടുകയും ഇല്ലല്ലോ. ഞങ്ങളാലൊന്നതിന്നാവതല്ലെന്ന് അവർ അങ്ങു ചൊല്ലുന്നതു കേട്ടവൻ പുത്രനെ പിന്നെ പലവിധം ദേഷിച്ചതോർക്കിലിങ്ങൊന്നും എനിക്കു ചൊല്ലാവതല്ലീശ്വര. ദൈവവിലാസങ്ങൾ എന്തറിയാവതോ ദൈവമല്ലോ ജഗൽ സാക്ഷിയാകുന്നതും. സർവകാര്യങ്ങളും സർവജനത്തിനും ദൈവം വരുത്തുന്നതെന്നീ മറ്റെന്തുള്ളു. ദൈവഗതികൾ മറന്നു നടക്കുമ്പോൾ ദൈവാനുകൂല്യമില്ലെന്നു വന്നിടുന്നു. ദൈവാനുകൂല്യമുണ്ടായി വരുന്നാകിലോ ദൈവവിശ്വാസമുണ്ടായി വരും നിർണയം. ദൈവത്തെയും മറന്നാശുതൈതേയനും ദിവ്യനാം പ്രഹ്ലാദനെ വധിച്ചിടുവാൻ ക്രവ്യാശികളെ വിളിച്ചതിസത്വരം. സംശയമെന്നിയെ മണ്ഡലാഗ്രങ്ങളും ആശു കൊടുത്തയച്ചിടിനാനങ്ങവർ കേവലം ചെന്നു ചുഴന്നടുക്കും വിധൗ ദേവദേവേശനെ ധ്യാനിച്ചുറച്ചുടൻ തന്നുള്ളിലും ജഗത്തിങ്കലും കൊല്ലുവാൻ ചെന്ന് അടുക്കുന്നൊരു ദാനവന്മാരിലും മണ്ഡലാഗ്രങ്ങളിലും പരിപൂർണനായി പുണ്ടരീകാക്ഷനാമാദിനാരായണൻ തന്നെ മായയാ നിന്നവനാകിലിങ്ങിൻ ഇവരാൽ എനിക്കില്ല ഒരു സങ്കടം നിർണയം എന്നവനുള്ളിൽ ഉറച്ചളവ്. അർണോജലോചനൻ തൻ മഹാമായയാ
തങ്ങളിൽ തന്നെ വിപരീതമായി ചമഞ്ഞ് അങ്ങവർ വെട്ടി മരിച്ചാർ പരസ്പരം. നന്ദനൻ തന്നെ വധിപ്പതിന്നേതുമേ സന്ദേഹമെന്നിയെ പിന്നെയും ദാനവൻ ദിഗജേന്ദ്രന്മാരെയൊക്കെ വിളിപ്പിച്ചു. മുഷ്കരന്മാരെ നിയോഗിച്ച് തക്ഷണം ചിക്കനെ ചെന്നവർ കുത്തി തുടങ്ങിനാർ. ഉൾക്കാമ്പുണർന്നു സ്മൃതി ചേർന്നു ബാലകൻ നിൽക്കും നളവ് കരിവരന്മാരുടെ കർക്കശകാരമാം ദന്തങ്ങളൊക്കവേ പെട്ടെന്നു താനേ മുറിഞ്ഞടൽ വെട്ടഹോ കഷ്ടം പതിച്ചു തളർന്നു പോയ്ത്തുലോ. ദുഷ്ടനതുകൊണ്ടുമാവതല്ലായികയാൽ അഷ്ടനാഗങ്ങളെ വിട്ടാൻ അനുക്ഷണം ചെന്നു ദംശിപ്പതിനായി തുടങ്ങും മഹാപന്നകന്മാരുടെ പൽമുറിഞ്ഞു ബലാൽ. ഖിന്നനാം ദാനവാദീശ്വരൻ പിന്നെയും വന്നിയരിച്ചു കത്തിജ്വലിപ്പിച്ച് അതിൽ കാലും കരങ്ങളും കൂട്ടി വരിഞ്ഞിട്ട കാലമത്തിയും മഹാവിഷ്ണു തന്നെയും വേറായിരിപ്പതല്ലെന്ന് തൻ മനസ്സേ തേറിനാൻ. അപ്പോഴുതാറിനാൻ അഗ്നിയും ചെന്താമര പൂവൊഴിഞ്ഞാലുമാടിയിട്ടു സന്തതം കാറ്റേറ്റലസാദമേ വിനവന്തിയിലേറ്റം കുളിർത്തു വിളങ്ങിനാൻ. അന്തരമന്യേ ബാലകൻ തന്നുടൽ ചിന്തമുഴുത്തു ധനുജേന്ദ്രനും മുഹുരന്തിനി നല്ലതെന്നോർത്തു കൽപ്പിച്ചു. ഉടനാട്ടിപ്പിടിച്ചു മകനെ കരങ്ങളും കൂട്ടിപ്പരിചോടുകാലും മുറുകവേ നാഗപാശങ്ങളാൽ കെട്ടിവരിഞ്ഞ അനുരാഗമൊഴിഞ്ഞു സമുദ്രത്തിലിട്ടഹോ. മീതെ വളർന്ന ഗിരികളും ബന്ധിച്ചു ചേതസി സംശയം വിട്ടുതാനേറ്റിനാൻ. മജ്ജനം ചെയ്തതീ ബാലകൻ അപ്പൊഴുതീ ജഗത്തൊക്കെ നിറഞ്ഞ ജഗന്മയൻ പത്മനാഭൻ പരിപാലയമാമിതി സ്മൃത്വാപി ധീരനായപ്പൊഴുതഞ്ചസാ കെട്ടുകളറ്റു. പാശങ്ങളും ദൂരവേ പൊട്ടിത്തെറിച്ച് അങ്ങുരുണ്ടു ഗിരികളും. തൽക്ഷണേ പാശിതാൻ ചെന്നെടുത്താതരാൽ അക്കടൽ തന്നുടെ തീരമേറ്റിടിനാൻ. കർക്കശൻ ദാനവൻ പിന്നെ വിഷങ്ങളും ഭുക്തരസങ്ങളിലൊക്കെ പലവിധം നൃത്യരെ കൊണ്ടു കൊടുപ്പിച്ചു. അതും ഹൃദയസ്ഥനാമീശ്വരൻ താൻ ദഹിച്ചിടിനാൻ. സംശോഷകനായ വായു ചുഴലിയായി സംശയമെന്നിയെ ചെന്നു ചുഴന്നുടൻ പൈതലായുള്ളവൻ തന്നെ വരട്ടുവാൻ. കൈതവപൂർവമയച്ചവൻ തന്നെയും വൈകാര്യമൂർത്തി വൈകാര്യകാരി ഭഗവാൻ നിരഞ്ജനൻ വൈകാതെ താൻ ദഹിച്ചിടിനാൻ കൂടവേ. ഇങ്ങനെയുള്ള ദുർവ്യാപാര കർമ്മങ്ങളങ്ങ് അവനൊന്നുമേലായിക കൊണ്ടന്വഹം തന്നുള്ളിൽ ഏറ്റം വിചാരം കലർന്നങ്ങു നിന്ന് അവൻ പിന്നെ ചതിപ്പതിനായി അഹോ